അമേരിക്ക അങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കുന്നില്ല. അമേരിക്ക കുത്തിപ്പൊക്കലും കുത്തിത്തിരിപ്പുമായൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്ക പറയുന്നത് അങ്ങനെ ഇപ്പോൾ ചൈനയും ഇന്ത്യ ഒന്നാന്നും ആവണ്ട, ഗാൽവാനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പറഞ്ഞു തരാം. ഈ ഗാൽവാൻ താഴ്വരയിലായിരുന്നല്ലോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ, അതിർത്തി തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നത്. പ്രശ്നം അവസാനിച്ചപ്പോൾ സൈനികരെയൊക്കെ ചൈന പിൻവലിച്ചു, ഇന്ത്യയും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചു തരൂല, അവിടെ അങ്ങനെ ഇപ്പോൾ സൈനികരെ പിൻവലിക്കേണ്ട, അങ്ങനെ ഇപ്പോൾ ആ പ്രശ്നം തീർക്കണ്ട, ഞാൻ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കും. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ മുൻപുണ്ടായിരുന്ന പരസ്പര വൈരമൊക്കെ മറന്ന് പരസ്പരം സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി സംഘർഷങ്ങളുണ്ട്. 62-ൽ ഒരു തുറന്ന യുദ്ധം പോലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായി. 2020-ൽ ഗാൽവാനിലും സംഘർഷമുണ്ടായി. പക്ഷേ അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ഇനി പുതിയൊരു അധ്യായം തുറക്കാം എന്ന് കരുതിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം കൈകോർക്കുന്നത്. കാര്യം രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം സഹായിച്ചേ പറ്റൂ. പക്ഷേ അമേരിക്ക ഇതിൽ വലിയ അസ്വസ്ഥനാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഇന്ത്യയെ പരിഹാസ രൂപേണ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഇരുണ്ട ചൈനയിലേക്ക് ഇന്ത്യയും ചൈനയും വീണു, അല്ലെങ്കിൽ അവർക്ക് കൈകൊടുത്തു, അവർക്ക് ശോഭനമായ ഭാവി നേരുന്നു എന്നാണ് പരിഹാസ രൂപേണ ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ടെന്നസിയിൽ നിന്നുള്ള ഒരു സെനറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ബിൽഹ ഗട്ടി എന്നാണ്. അദ്ദേഹം വീണ്ടും ഗാൽവാൻ സംഭവം എടുത്ത് വീണ്ടും നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരികയാണ്. അവിടെ ഇന്ത്യൻ സൈന്യം നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു. അവിടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി സംഘർഷം ഉണ്ടായി. അപ്പോൾ ഈ ഇന്ത്യയും ചൈനയും അതിർത്തിയിലൊരു പ്രശ്നമുണ്ട്. പരസ്പരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതായത് തോക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കരാറുണ്ട്. 1996-ലാണ് ഇത്തരത്തിലൊരു കരാറുണ്ടായത്. 2005-ൽ ആ കരാർ വീണ്ടും ഒന്ന് ബലപ്പെടുത്തി. ബലപ്രയോഗം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തി പ്രകടനം ഒന്നും പാടില്ല എന്ന തരത്തിലായി. 2013-ൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു തർക്കമോ അല്ലെങ്കിൽ അതിർത്തിയിലെ സൈന്യം തമ്മിൽ ഏതെങ്കിലും ഒരു ബലപരീക്ഷണത്തിന് ഉള്ളൊരു സാഹചര്യം ഉണ്ടായാൽ അത് പരസ്പരം ആയുധം എടുത്ത് പോരാടുന്നതിന് പകരം നയതന്ത്രപരമായി പരിഹരിക്കണം എന്നുള്ളതാണ് 2013-ലെ കരാർ. അപ്പോൾ ഇത്തരം ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ട് അതിർത്തിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും തോക്ക് ഉപയോഗിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർക്കില്ല എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ധാരണ. ഇത് പ്രകാരം അവിടെ നടന്നതൊരു മല്ലയുദ്ധം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെയും ചൈനയിലെയും സൈനികർ രണ്ട് വശത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അതിൽ ചൈനീസ് പട്ടാളം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന ആയുധമാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വൈദ്യുതി തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരായുധം. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇന്ത്യൻ സൈനികരുടെ ശരീരം പൊള്ളി ഉരുകിപ്പോയി എന്നാണ് ഈ പറയുന്ന ടെന്നസിയിൽ നിന്നുള്ള സെനറ്റർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭീകരമായ രീതിയിലാണ് ഇന്ത്യക്കെതിരെ അവർ ആക്രമിച്ചത്. അപ്പോൾ അതൊക്കെ ഇന്ത്യയെ ഒന്ന് പറഞ്ഞൊന്ന് വേദനിപ്പിക്കുക, ഒന്ന് കുത്തി നോവിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏതെന്നാ, മറ്റേ അസീം മുനീർ ഒരു ചടങ്ങി പറഞ്ഞല്ലോ, കശ്മീർ നമ്മുടെ രക്തത്തിൽ സിരകളിൽ, അതിന്റെ 3-ാം ദിവസം ഇവിടെ പഹൽഗാം ഭീകരാക്രമണം നടന്നു. അപ്പോൾ ഇവിടെ ഇദ്ദേഹം അതായത് നിങ്ങൾ ഗാൽവാനൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? അവിടെ ഇന്ത്യൻ സൈനികർ നേരിട്ട കൊടിയ പീഡനം നിങ്ങൾ ഓർക്കുന്നുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ചൈനയിൽ പോയി ഇപ്പോൾ കൈകോർത്ത് നിൽക്കുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ട് സുദീർഘമായ പതിറ്റാണ്ടുകൾ നീളുന്ന ശത്രുതയാണുള്ളത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, ഈ എന്താണ് ഈ ഗാൽവാനിൽ അന്ന് നടന്നത് എന്നുള്ളത്. ഈ രണ്ട് രാജ്യങ്ങളുടെ സൈനികർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മല്ലയുദ്ധം തന്നെയാണ് അവിടെ നടന്നത്. വാസ്തവത്തിൽ അവിടെ ഏകപക്ഷീയമായി ചൈനീസ് പട്ടാളം ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറി എന്നുള്ളതാണ്. ഇത് പാങ്കോങ് എന്ന് പറയുന്ന തടാക തീരത്ത് ചൈനീസ് പട്ടാളം കടന്നു കയറി. അത് കൃത്യം പറഞ്ഞാൽ 2020 മെയ് 5-നാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം രണ്ട് പക്ഷത്തുമായി. ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് പോയത് ഒരു ജൂൺ 15-ന്, ഒരു 10 ദിവസം കഴിഞ്ഞ് രണ്ട് പക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടായി. ഇവർ ചൈനീസ് പട്ടാളം കരുതിക്കൂട്ടി തന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ബേസ്ബോൾ എന്ന് പറയുന്ന ബാറ്റ്, അതിൽ ആണി തറച്ച് ബേസ്ബോൾ തറച്ച ബാറ്റ് കൊണ്ടുവന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന വടികളിലൊക്കെ ഇരുമ്പ് മറ്റേ മുള്ളു വേലിയൊക്കെ ചുറ്റി ആണ് ഇന്ത്യക്കാരെ ആക്രമിച്ചത്. 20 ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ വീരമൃത്യു പ്രാപിച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക വിവരം. പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ചൈനീസ് പട്ടാളം ഇപ്പോഴും ഔദ്യോഗികമായിട്ട് സമ്മതിക്കുന്നൊന്നുമില്ല അവരുടെ സൈന്യത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായത്. പക്ഷേ 40ഓളം ചൈനീസ് പട്ടാളക്കാരെ ഗാൽവാൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ചരിത്രത്തിൽ ആദ്യമായി ഈ ഇന്ത്യ ചൈന 1962-ലെ യുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി അതിർത്തിയിൽ വെടിപൊട്ടി എന്നുള്ളതും ഈ ഗാൽവാൻ സംഘർഷത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അത് പരസ്പരമുള്ള ഏറ്റുമുട്ടലായിരുന്നില്ല.
ഈ പേടിപ്പിക്കാൻ വേണ്ടി മുന്നറിയിപ്പായിട്ട് നമ്മൾ കൊടുക്കില്ല, ആകാശത്തേക്ക് വെടി എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയുള്ള മുന്നറിയിപ്പ് വെടി അവിടെ പൊട്ടി എന്നുള്ളതും ഗാൽവാനിലെ ഒരു ചരിത്രമാണ്. ഇതൊക്കെ പഴയ കാലമാണ്. ഇപ്പോൾ ഗാൽവാൻ എന്ന് പറയുന്നത് ശാന്തമാണ്. അവിടെ രണ്ട് രാജ്യവും പരസ്പരം സൈനിക പിന്മാറ്റത്തിന് ധാരണയായി. നിരന്തരമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ നടന്നു, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം പങ്കെടുക്കുന്ന യോഗങ്ങൾ നടന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗാൽവാൻ താഴ്വര ശാന്തമാണ്. ആ ഗാൽവാൻ താഴ്വരയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. ഗാൽവാൻ മാത്രമല്ല, സിയാച്ചിൻ, ഈ സിയാച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ 62-ൽ നടന്ന യുദ്ധത്തിൽ നമുക്ക് ആക്സായ് ചിൻ എന്ന് പറയുന്ന മേഖലയുണ്ടല്ലോ, 62-ൽ നടന്ന യുദ്ധത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ നിയന്ത്രണമൊക്കെ ഇപ്പോൾ ചൈനീസ് പട്ടാളത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ സിയാച്ചിൻ എന്ന് പറയുന്ന മേഖല നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ അറിയാം, മഞ്ഞു മൂടിയ പഞ്ഞിക്കെട്ട് പോലെയുള്ള സ്ഥലമാണ് സിയാച്ചിൻ. ഗാൽവാനും ഏതാണ്ട് അതേപോലെ തന്നെയാണ്, ഒരു മഞ്ഞു മൂടിയ പ്രദേശമാണ്. ഇത് രണ്ടും അവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തോടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ പദ്ധതി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു യുദ്ധ സാഹചര്യം ഇപ്പോഴില്ല, അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ പ്രകൃതി ഭംഗി കാണുന്നതിനോടൊപ്പം തന്നെ അവിടെ ഈ സൈനികർ നടത്തുന്ന ത്യാഗോജ്വലമായ സേവനം, കാര്യം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ സൈന്യം സേവനം അനുഷ്ഠിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് അവിടെ താപനില. അപ്പോൾ ആ കൊടിയ മഞ്ഞിനെയും അത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് സൈന്യം നടത്തുന്ന സേവന പ്രവർത്തനങ്ങളും നേരിട്ട് കാണാനായിട്ടുള്ള അവസരം കിട്ടും. പിന്നെ ഈ നമ്മൾ ചില വീഡിയോ ദൃശ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ മഞ്ഞ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ മനോഹരമാണ് ഈ സിയാച്ചിനും ഗാൽവാനും പ്രദേശം എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അപ്പോൾ കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം, അതോടൊപ്പം തന്നെ അഡ്വഞ്ചർ ടൂറിസം, ഏറെ സാഹസിക നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇത്തിരി ചങ്കൂറ്റം ഉണ്ടെങ്കിലേ അങ്ങോട്ട് ചെല്ലാനൊക്കെ ഉള്ളൂ. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ -, ഡിഗ്രി സെൽഷ്യസാണ് താപനില, അതിനെ അതിജീവിക്കാൻ പറ്റണം. ചെങ്കുത്തായ മലയിടുക്കുകൾ, അത് ചിലയിടത്തൊക്കെ വാഹന സൗകര്യം അസാധ്യമാണ്. അത്തരം പ്രദേശങ്ങളിൽ കുന്നുകൾ നടന്ന് കയറേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറ്റുമെങ്കിൽ മാത്രമേ അതിനെ മുതിരാവുള്ളൂ. അപ്പോൾ സാഹസികമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കൂടിയുള്ളതാണ്. പിന്നെ ഈ ഗാൽവാനും സിയാച്ചിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഉയരത്തിലുള്ള ഒരു യുദ്ധഭൂമിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. ഈ കാരക്കോറം എന്ന് പറയുന്ന പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്. അപ്പോൾ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മോട്ടോർ ബൈക്ക് യാത്രയ്ക്കുള്ള സംവിധാനം ഉണ്ടാകും. റിവർ റാഫ്റ്റിംഗ്, അതായത് നമ്മുടെ കുത്തൊഴുകുന്ന നദിയിലൂടെ വഞ്ചിയിൽ പോകുന്ന പരിപാടി. ട്രക്കിങ്, കുത്തനെയുള്ള മലകൾ കയറുക, അതേപോലുള്ള സംഗതികൾ. പിന്നെ അതേപോലെ അവിടെ ഈ നമ്മുടെ ബുദ്ധ പൈതൃക സ്വത്തുക്കൾ അവിടെ കാണാൻ സാധിക്കും, ബുദ്ധവിഹാരങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ 2 തടാകങ്ങൾ അവിടെ ഉണ്ട്, ഒന്ന് പങ്ങോങ് സോയും സോ മൊറീരിയും. അപ്പോൾ ഇത്തരത്തിലുള്ള തടാകങ്ങൾ അവിടെ കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഈ പറയുന്ന ഗാൽവാൻ അടക്കമുള്ള മേഖല അവിടെ സംഘർഷം ഒഴിഞ്ഞു, അവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായി മാറുന്നു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുന്നു, പരസ്പരമുള്ള വിമാന സർവീസ് അടക്കം പുനഃസ്ഥാപിക്കുന്നു. അതിർത്തിക്കപ്പുറമുള്ള പരസ്പര ബന്ധത്തെയും സൗഹൃദത്തെയും കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും സംസാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അമേരിക്കയ്ക്ക് അത്ര ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വീണ്ടും ഗാൽവാൻ സംഘർഷത്തിൻ്റെ നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകൾ വീണ്ടും തികട്ടി വരുന്നത് അമേരിക്കയ്ക്ക്.